Hi friends, welcome back to my channel. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അവിയലാണ്. ഈ അവിയൽ ഒരു സ്പെഷ്യൽ അവിയലാണ്. കോവയ്ക്ക കൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നത്. ഇതിലൊരു ചെറിയ അബദ്ധം പറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യം തന്നെ അവിയൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കോവയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല കഴുകി വെച്ചതാണ്. ഇനി അത് നീളത്തിൽ നമ്മൾ അവിയലിന് സാധാരണ നമ്മൾ അവിയലിനെല്ലാം കട്ട് ചെയ്യുന്ന പോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നുണ്ടാക്കുന്ന ഈ അവിയലിൽ മറ്റ് വെജിറ്റബിൾസ് ഒന്നും ചേർത്തുന്നില്ല, കോവയ്ക്ക മാത്രമാണ്. അത് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചത് ഒന്ന് വേവിക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് ചേർത്തിട്ട് പിന്നെ വേവാൻ ഒരു അര ഗ്ലാസ് വെള്ളം മതിയാവും. അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് പിന്നെ അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. കുറച്ച് അത്ര അധികം കോവയ്ക്ക ഇല്ല, പിന്നെ അത് മതിയാവും. പിന്നെ വേണ്ടത് മുളക് പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി. പിന്നെ നമ്മൾ തേങ്ങ ചതയ്ക്കുന്നതിലും പച്ചമുളക് ചേർത്തുന്നുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് മുളക് പൊടി ചേർത്തിയാൽ മതിയാവും. പിന്നെ വേണ്ടത് ഉപ്പ്. ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കണം. ഒന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ നന്നായിരിക്കും, പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണം, അടിയിൽ പിടിക്കാതൊന്ന് ചെക്ക് ചെയ്യണം. അവിയലിൻ്റെ കഷ്ണം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അരപ്പ് നമുക്ക് തയ്യാറാക്കാം. പച്ചമുളക്, ചെറിയ ജീരകം, അരമുറി തേങ്ങ, ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചതക്കിയാണ് ചെയ്യേണ്ടത്. സാധാരണ നമ്മൾ അവിയലിന് ചതക്കിയാണ് ചെയ്യാറ്. പക്ഷെ ഞാൻ അറിയാണ്ട് അതൊന്നും നല്ലപോലെ അരഞ്ഞു പോയി. എനിക്ക് പറ്റിയ അബദ്ധം ഇതാണ്. പിന്നെ നമ്മൾ അരയ്ക്കുന്നതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തി കൊടുക്കാം. പിന്നെ ഇത് തൈര് ഒഴിച്ചിട്ടാണ് അരയ്ക്കേണ്ടത്. അത് തൈര് നമ്മൾ വേവിക്കുമ്പോൾ ചേർത്തിയാലും കുഴപ്പമില്ല. കണ്ട, ഞാൻ അരച്ചതിൽ വന്ന മിസ്റ്റേക്ക്. നല്ലപോലെ അരഞ്ഞു, നമ്മൾ കറിക്കെല്ലാം അരയ്ക്കുന്ന പോലെ അരഞ്ഞു പോയി. നിങ്ങൾ തേങ്ങ ചതച്ചെടുത്താൽ മതി. ഈ അരപ്പ് നമ്മൾ ഇതിലേക്ക് ചേർത്ത്, നമ്മൾ തൈരുണ്ട് ഇതിൽ, അതുകൊണ്ട് നമ്മൾ തൈര് ഒഴിച്ച് വേവിച്ചിട്ടില്ല. ഈ അരപ്പിൽ തന്നെയാണ് തൈര് ചേർത്തിട്ടുള്ളത്. നല്ല മിക്സ് ചെയ്തെടുക്കുക. പക്ഷേ ടേസ്റ്റിനൊന്നും ഒരു കുറവില്ല കേട്ടോ. നമ്മൾ ചതച്ചിരുന്നാലാണ് കാണാനും ഒരു അവിയലിനൊരു നല്ലൊരു ഭംഗി ഉണ്ടാവുക, ഒരു പ്രത്യേകതയാണ്. പക്ഷേ എന്ത് ചെയ്യുക, ഒരു അബദ്ധം പറ്റിപ്പോയി. നല്ല മിക്സ് ചെയ്തെടുത്തിട്ട് നല്ല കറിവേപ്പില ചേർത്ത് ഇറക്കി വെച്ചിട്ട് കറിവേപ്പില ചേർത്ത് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ അവിയൽ റെഡിയാവും. നല്ല ടേസ്റ്റുള്ള അവിയലാണ് കോവയ്ക്ക അവിയൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്.